ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. വെറുതെ കിട്ടിയൊരു ടൈമാണ്. പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറുതെ ഒരു സാധനം കൈ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഇതെന്താന്ന് പറഞ്ഞേ. ഇതാണ് പുളിയച്ചാർ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിതിങ്ങനെ ഇടയ്ക്ക് വാങ്ങിയിട്ട് കഴിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, നിങ്ങളും വാങ്ങി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നടന്ന് നമ്മളെ സപ്പോട്ട മരത്തിൻ്റെ അടുത്ത് എത്തി. ഇതിൽ സപ്പോട്ട ഉണ്ടോ നോക്കുക. സപ്പോട്ട ഉണ്ടായിരുന്നു കുറേ, എല്ലാം പറിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെറുതായിട്ട് ഒന്നിതിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നല്ല, 2-3 ഉണ്ട്. പിന്നെ ഇങ്ങനെ ഓരോന്ന് നോക്കി ഇപ്പോഴുള്ള കുഞ്ഞു സപ്പോട്ടകളാണ് കഴിച്ചത്. കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഓൾറെഡി പറിച്ചു കഴിഞ്ഞു, നമ്മൾ കഴിച്ചു. പിന്നെ ഇനി ചെറുത് കുറച്ചെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഏത് വണ്ണം വെക്കട്ടെ. ഇവിടെ കുരുമുളക്, കുറച്ച് മുമ്പൊക്കെ ഇവിടെ ഒരുപാട് കുരുമുളകിൻ്റെ വള്ളി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ മരങ്ങളൊക്കെ പോയി, അതുകൊണ്ട് തന്നെ വള്ളി പടർത്തൽ വളരെ കുറഞ്ഞു. ഇപ്പോൾ 1-2 മാത്രമേ ഉള്ളൂ. അതിൽ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഇതാണ് കുരുമുളക്. ആദ്യം ഒരുപാടുണ്ടായിരുന്നു ഇവിടെ, കുറേ വള്ളികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് മുളകുണ്ടായിരുന്നു. മുളക് പറിക്കാനൊക്കെ ആളുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കുറച്ച് മാത്രം, ചെറിയൊരു വള്ളി മാത്രം, 1-2 വള്ളികൾ മാത്രമേ ഉള്ളൂ. അതിൽ കുറച്ച് മാത്രം ഇങ്ങനെ കായ്ക്കുന്നത്. അധികം പുറത്തുനിന്ന് വാങ്ങലാണ്. ഒരുപാട് ഉണ്ടായിരുന്നൊരു സ്ഥലത്ത് ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. എല്ലാവരും അവരവരുടെ വീട്ടിൽ വള്ളികൾ വളർത്തുക. പരമാവധി നമ്മൾ പ്രകൃതിയോട് ഇണങ്ങുക. ഈ ഗൈസ്, ഇതിൻ്റെ ഇപ്പോൾ കാണിക്കുന്ന ഇതിൻ്റെ പേര് എന്താണെന്നറിയാമോ? ഇതിൻ്റെ നമ്മളെ നാട്ടിൽ ഇതിന് കള്ളിമുള്ള് എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് വീടുകളിൽ വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ള ഒരു പഴയ ആൾക്കാരുടെ ശൈലിയിൽ അങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, ഇവിടെ അങ്ങനെ പറയാറുണ്ട്. ഞാനിന്ന് നമ്മളെ വീട്ടിലുള്ള ചെറിയ പച്ചക്കറികളുടെ പേര് പറയുകയാണേ. ഇത് നമ്മളെ ഇവിടെ നാട്ടിൽ ഇതിന് അടുക്കള ചീര എന്ന് പറയും. നിങ്ങളെ നാട്ടിൽ എന്ത് പറയുന്നുള്ളത് ഇതും കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പേരറിയാമോ? ഇത് വേറൊരു വറവുണ്ടാക്കുന്ന ഐറ്റംസാണ്. അടുക്കള ചീര തന്നെ പേര്, അടുക്കള ചീര തന്നെയാണ് ഇതിനും പറയുന്നത്. പിന്നെ നിങ്ങളെ നാട്ടിൽ എന്താണ് പേര് പറയുന്നത് അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ഹെൽത്തിയാണ്, നല്ലതാണ്. ഗൈസ്, ഇന്ന് ഞാൻ വീട്ടിലുണ്ടായ ഇത്രയും സാധനങ്ങൾ കാണിച്ചു. ഇനിയും കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അത് പിന്നീട് ഒരു വ്ളോഗിൽ കാണിച്ചു തരാം. എല്ലാവർക്കും ബൈ. പിന്നെ ഒരു കാര്യം, ഇതുവരെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായും ചെയ്യണേ.